ഹായ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ മറ്റൊരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഡ്രാഗൺ എന്ന ചിത്രം റിലീസായത് ഫെബ്രുവരി 21-നാണ്. ഈ ചിത്രം റിലീസായപ്പോൾ അതിൽ നമുക്ക് പരിചയമുള്ള ആളുകളോ അല്ലെങ്കിൽ പരിചയമുള്ള സംവിധായകനോ ഒന്നുമല്ല സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ചിത്രം റിലീസായപ്പോൾ അതിൻ്റെ പോസ്റ്റർ കണ്ടപ്പോൾ അതിൽ പരിചയമുള്ള മുഖങ്ങൾ കുറവാണ്. അതുപോലെ തന്നെ സംവിധായകൻ അശ്വത് മാരിമുത്തു എന്ന് പറയുന്ന ഒരു പുതിയ സംവിധായകൻ. ഇതിനു മുമ്പ് സംവിധാനം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഓ മൈ കടവുള്ള എന്ന ചിത്രം അശ്വത് മാരിമുത്തുവാണ് ഡയറക്റ്റ് ചെയ്തത്. ഡ്രാഗൺ എന്ന ചിത്രത്തിൽ നായകനായി വരുന്നത് പ്രദീപ് രംഗനാഥൻ എന്ന ഒരു നടനാണ്. അദ്ദേഹം ഒരു യൂട്യൂബറാണ്, അതുപോലെ തന്നെ ഒരു സംവിധായകനും ഒരു എഴുത്തുകാരനുമാണ്. ഇതിനു മുമ്പ് 2 ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ കന്നി ചിത്രം എന്ന് വേണമെങ്കിൽ പറയാം, ഒരു ലീഡ് റോളിൽ. ഇതിനു മുമ്പ് ചെയ്തത് 2019 കോമാളി എന്ന ചിത്രവും 2022 ലവ് ടുഡേ എന്ന ചിത്രവും. എല്ലാം ഈ 2 ചിത്രങ്ങളും വ്യത്യസ്തമായ പ്രമേയങ്ങൾ കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട സിനിമകളാണ്. അദ്ദേഹം ആദ്യമായിട്ടാണ് ഒരു നായകൻ്റെ റോളിൽ ചെയ്യുന്ന ഈ സിനിമ. ആദ്യം വന്നപ്പോൾ ഞാൻ കാണണ്ട എന്ന് വിചാരിച്ച ഒരു ചിത്രമാണ്. കാര്യം അതിൽ പരിചയമുള്ളവരാരുമില്ല. ഡ്രാഗൺ എന്ന പേര് കേട്ടപ്പോൾ ഇതൊരു ന്യൂജൻ സിനിമയായിരിക്കുമെന്ന് കരുതി. പക്ഷേ സിനിമ തിയേറ്ററുകളിൽ ഓടുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ എന്തെങ്കിലും ഒരു കണ്ടന്റ് ഇല്ലാതെ എന്തായാലും ഈ സിനിമ ഓടാൻ സാധ്യതയില്ല. അങ്ങനെ തിരുവനന്തപുരത്തുള്ള ഏരീസ് ഫ്ലെക്സിൽ ഞാൻ ഡ്രാഗൺ എന്ന ചിത്രം കണ്ടു. ചിത്രത്തിൽ സിനിമ തുടക്കത്തിലൊക്കെ വളരെ വ്യത്യസ്തമായ അവതരണ രീതികളും സിനിമ കണ്ടിരിക്കുന്നവർക്ക് ഒരു വ്യത്യസ്തമായ ഒരു പ്രമേയമൊക്കെയാണ് സിനിമ കൊടുക്കുന്നത്. ഈ സിനിമയിൽ പ്രധാനമായി ആദ്യം ഇപ്പോൾ ഈ പ്രദീപ് രംഗനാഥൻ എന്ന നടനെ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് കാതൽ കൊണ്ടേൻ എന്ന ചിത്രത്തിലെ ധനുഷിനെയാണ്. ധനുഷ് ഒരു സൈക്കോ ക്യാരക്ടർ ചെയ്തുകൊണ്ടാണ് ഈ കാതൽ കൊണ്ടേൻ എന്ന ചിത്രത്തിലൂടെ മെയിൻ സ്ട്രീമിലേക്ക് വരുന്നത്. അതിനു മുമ്പ് 1-2 സിനിമകളിൽ ധനുഷ് അഭിനയിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും ശ്രദ്ധിക്കപ്പെടാതെ പോയ ചിത്രങ്ങളായിരുന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛൻ തന്നെ സംവിധാനം ചെയ്ത ചിത്രങ്ങൾ. ഈ പ്രദീപ് രംഗനാഥൻ എന്ന നടൻ ഒരു വ്യത്യസ്തത പുലർത്തുന്ന ഒരു നടനാണ് എന്ന് എനിക്ക് ഈ ചിത്രം കണ്ടപ്പോൾ മനസ്സിലായി. കാര്യം നമ്മൾ KGF കാണാൻ പോയപ്പോൾ, ഫസ്റ്റ് പാർട്ട് കാണാൻ പോയപ്പോൾ യശ് കന്നഡയിലെ ഒരു ആക്ടറാണ്. പക്ഷേ നമുക്ക് യശിനെ കൂടുതൽ അറിയില്ല. അതുകൊണ്ട് തന്നെ യശിൻ്റെ ആ ഒരു പെർഫോമൻസ് തുടക്കം കണ്ടപ്പോൾ ഈ സിനിമയ്ക്ക് കയറണ്ട എന്ന് തോന്നി. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ആ യശുമായി അങ്ങ് താരതമ്യപ്പെട്ടു പോകുന്ന ഒരു പ്രതീതിയാണ് ആ സിനിമയ്ക്ക് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ ചിത്രവും ഈ പ്രദീപ് രംഗനാഥിൻ്റെ പെർഫോമൻസിൽ നമ്മളങ്ങ് അലിഞ്ഞു ചേരുന്ന തരത്തിലുള്ള ഒരു പെർഫോമൻസാണ് ഈ പ്രദീപ് രംഗനാഥിൻ്റെ. അദ്ദേഹം ഒരു യൂട്യൂബർ കൂടി ആയതുകൊണ്ട് തന്നെ ആ ഒരു പൾസ്, അതായത് യൂത്തിൻ്റെ പൾസ് അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഈ പ്രദീപ് രംഗനാഥൻ എന്നുള്ള കാര്യം എനിക്ക് സിനിമ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രമാണെങ്കിലും അതായത് അദ്ദേഹത്തിൻ്റെ ഒരു സൂപ്പർ ഹിറ്റായ ഒരു ചിത്രമാണിതെങ്കിലും നമുക്ക് കണ്ടിരിക്കുമ്പോൾ ഒരു മെസ്സേജ് സിനിമ പ്രേക്ഷകരിലേക്ക് പകരുന്നത് പോലെ എനിക്ക് തോന്നി. അതായത് ആ സിനിമയിൽ ഉയർന്ന ലെവലിലെത്താൻ, അതായത് ഉന്നത പദവിയിലെത്താൻ വേണ്ടി ഒരാൾ, അതിൻ്റെ നായകൻ ശ്രമിക്കുന്നതും അതിൽ അങ്ങനെ എത്തിപ്പെടുമ്പോൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളും ഒക്കെയാണ് ഈ സിനിമയിൽ പറയുന്നത്. എന്തായാലും സിനിമ നല്ലൊരു മെസ്സേജ് നൽകുന്ന ഒരു സിനിമയാണ്. എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു ചിത്രവും കൂടിയാണ് ഈ ഡ്രാഗൺ എന്ന ചിത്രം. അതുപോലെ ഈ ചിത്രത്തിൻ്റെ സംഗീതം നോക്കുമ്പോൾ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് ലിയോൺ ജെയിംസ് ആണ്. അപ്പോൾ ലിയോൺ ജെയിംസ് പാടിയിട്ടുമുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ ലിയോൺ ജെയിംസ് തന്നെയാണ്, പാട്ടിൻ്റെ സംഗീതവും ലിയോൺ ജെയിംസ് തന്നെയാണ്. അപ്പോൾ ഞാൻ ലിയോൺ ജെയിംസിൻ്റെ ഈ മ്യൂസിക് കേട്ടപ്പോൾ എനിക്കൊരു യുവൻ ശങ്കർ രാജ ടച്ച് എനിക്ക് ഫീൽ ചെയ്തു. യുവൻ ശങ്കർ രാജയാണോ ഈ ചിത്രത്തിൻ്റെ മ്യൂസിക് ഡയറക്ടർ എന്ന് ഞാൻ ആദ്യം അവിടെ തിയേറ്ററിൽ നിന്ന് അങ്ങനെയാണ് വിചാരിച്ചത്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ വന്ന ശേഷം അത് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ, വിക്കിപീഡിയയിലൊന്ന് ചെക്ക് ചെയ്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായത് അത് ലിയോൺ ജെയിംസ് ആണ് സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ. ഇത് അശ്വത് മാരിമുത്തുവുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ 2ാമത്തെയോ 3ാമത്തെയോ കൂട്ടുകെട്ടാണ് എന്നൊക്കെ എനിക്കറിയാൻ കഴിഞ്ഞു. അപ്പോൾ ലിയോൺ ജെയിംസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ ലിയോൺ ജെയിംസിൻ്റെ അച്ഛൻ നോയൽ ജെയിംസ്, AR റഹ്മാൻ ഫാൻസായിട്ടുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും. ഡ്യുവറ്റ് എന്ന ചിത്രത്തിൻ്റെ കാസറ്റ് ഓഡിയോ കാസറ്റ് വന്ന സമയത്ത് അതിൽ ഒരു പ്രണയാധിഷ്ഠിതമായൊരു സിനിമയായിരുന്നു ഡ്യുവറ്റ്. ആ ചിത്രത്തിൽ ലവ് ഈസ് ടോർച്ചർ എന്ന് തുടങ്ങുന്ന ഒരു ഇംഗ്ലീഷ് ഗാനമുണ്ട്. ആ ഗാനം പാടിയിരിക്കുന്നത് നോയൽ ജെയിംസ് ആണ്. AR റഹ്മാൻ്റെ പാട്ട് പാടിയിരിക്കുന്നത് നോയൽ ജെയിംസ് ആണ്. ആ നോയൽ ജെയിംസിൻ്റെ മകനാണ് ലിയോൺ ജെയിംസ്. അനിരുദ്ധുമായിട്ടും അതുപോലെ ഈ ന്യൂജൻ മ്യൂസിക് ചെയ്യുന്ന വ്യക്തികളുമായിട്ടൊക്കെ കൊളാബറേറ്റ് ചെയ്ത് പലതരം ആൽബങ്ങളും അതുപോലെ പല ബാൻഡുകളിലും പ്രവർത്തിച്ച് പരിചയമുള്ള ആളാണ് ഈ ലിയോൺ ജെയിംസ്. അതിൻ്റെ ഒരു ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഈ സിനിമയിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറിലുമുണ്ട്, അതുപോലെ തന്നെ ഗാനങ്ങളിലുമുണ്ട്. എന്തായാലും ഈ പ്രദീപ് രംഗനാഥൻ ഇനി ഒരു തമിഴ് സിനിമയുടെ ഒരു വാഗ്ദാനമാണെന്ന് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാര്യം അത്രയ്ക്കൊരു ഫീൽ ചെയ്യുന്ന, അതായത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ആക്ടിംഗ് ആണ് അദ്ദേഹത്തിൻ്റെത്.
അതുപോലെ അശ്വത് മാരിമുത്തു എന്ന ഡയറക്ടർ ഒരു പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ്. അദ്ദേഹം ഈ ഡ്രാഗൺ എന്ന ചിത്രം കുറഞ്ഞ ബഡ്ജറ്റിലെടുത്ത ചിത്രമാണ്. നിർമ്മാതാവ് AGS എൻ്റർടൈൻമെൻറ്റിൻ്റെ കൽപ്പാത്തി സഹോദരമാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ. അപ്പോൾ വലിയ ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങൾ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ഈ നിർമ്മാതാവ്. എന്നിട്ടും ഇതുപോലെയുള്ളൊരു കഥ കേട്ട് ചെയ്യാൻ അദ്ദേഹം താല്പര്യം പ്രകടിപ്പിച്ചെങ്കിൽ ആ സിനിമയുടെ കഥ തന്നെയായിരിക്കും അതിന് കാരണം. അത് എടുത്ത് ഫലിപ്പിക്കാൻ കഴിഞ്ഞ സംവിധായകനും അത് അഭിനയിച്ച് പ്രതിഫലിപ്പിക്കാൻ കഴിഞ്ഞ നായകനും ഒക്കെ ഒരേ പങ്കാണുള്ളത്. അതുപോലെ നായികമാരായി വന്ന അനുപമ പരമേശ്വരനും അതുപോലെ കയാതു ലോഹറും എല്ലാവരും അവരുടേതായ റോളുകൾ ഭദ്രമാക്കിയ ഒരു ചിത്രമാണ് ഇത്. എന്തായാലും എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു ചിത്രമാണ് ഡ്രാഗൺ എന്ന ചിത്രം എന്ന് എനിക്ക് സിനിമ കണ്ടപ്പോൾ തോന്നി. അത് കാണാതെ പോയാൽ അത് മിസ്സാക്കുന്നത് ശരിയാണോ എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഡ്രാഗൺ എന്ന ചിത്രം തിയേറ്ററിൽ കാണാൻ ഞാൻ തീരുമാനിച്ചത്. നിങ്ങളും സമയം കിട്ടിയാൽ എന്തായാലും ഈ ഡ്രാഗൺ എന്ന ചിത്രം കാണാൻ ശ്രമിക്കുക. ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ചിത്രം കാണുന്നത്.